സഭയുടെ സ്വരമായിട്ടാണ് ഷെക്കേന ന്യൂസ് പ്രവർത്തിക്കുന്നതെന്ന് ചിക്കാഗോ രൂപതാ മെത്രാൻ മാർ ജോയ് ആലപ്പാട്ട്. ഷെക്കേന ന്യൂസ് ചാനൽ വിശ്വാസ പരിശീലനത്തിന് സഹായിയാണെന്നും ആഗോള സഭയുടെ വാർത്തകൾ ഷെക്കേന ന്യൂസിലൂടെ ആദ്യം അറിയുവാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മാർ ജോയ് ആലപ്പാട്ട് ഷെക്കേന ന്യൂസ് ചാനലിൽ സൗഹൃദ സന്ദർശനം നടത്തവേ പറഞ്ഞു. സഭയോട് ചേർന്ന് സഭയുടെ ഒരു സ്വരം എന്ന രീതിയിലാണ് എപ്പോഴും ഷക്കീന പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും സംശയങ്ങളുള്ളവർക്ക് ഈ ഷക്കീന ടി വിയിൽ എന്ത് പറയുന്നു എന്നുള്ളതിലൂടെ സഭ എന്ത് പറയുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു സാധ്യത, ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ അതൊരു ഫെയ്ത്ത് ഫോർമേഷന് ഞങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഷക്കീന ചാനൽ ഞാൻ വളരെ താല്പര്യത്തോടു കൂടി വീക്ഷിക്കുകയും ഞാൻ അത് ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിൽ വരുന്ന പല ചർച്ചകളും അതിൽ വരുന്ന ന്യൂസുകളുമൊക്കെ നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് ഒരു സഹായിയാണ്. നമ്മൾ എന്താണ് പഠിക്കുന്നത്, നമ്മൾ സുവിശേഷങ്ങളിൽ കേൾക്കുന്ന പല കാര്യങ്ങളോടും ഇതുകൂടി ചേരുമ്പോൾ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറെ കൂടി ആഴപ്പെടാൻ നമുക്കത് സഹായിക്കും. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ നൽകുന്നതായ ഒരു സുവിശേഷ സന്ദേശങ്ങളുണ്ട്. അത് നമുക്ക് കുറെ കൂടി ഉപകാരപ്പെടും. തീർച്ചയായും ഞങ്ങൾക്കൊക്കെ അത് വളരെയധികം ഉപകാരമാണ്. ഇവിടെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴപ്പോൾ ഷക്കീന ടി വി അത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ചിക്കാഗോ രൂപതയെക്കുറിച്ച് വളരെയധികം ശുഭാപ്തി വിശ്വാസമാണ് തനിക്കുള്ളതെന്നും കുടുംബങ്ങൾ കേന്ദ്രീകരിച്ചാണ് ചിക്കാഗോ രൂപതയുടെ മിഷൻ പ്രവർത്തനങ്ങളെന്നും ബിഷപ്പ് പങ്കുവച്ചു. സ്ഥാപനങ്ങളെന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല എങ്കിലും കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഫെയ്ത്ത് ഫോർമേഷൻ ഞങ്ങളുടെ ഒരു പ്രധാന അജണ്ടയിൽ വരുന്ന ഒരു കാര്യവും കൂടിയാണ്. അതുപോലെ ഞങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന ആളുകളെ സമൂഹത്തിലേക്ക് ഒന്നിപ്പിച്ച് നിർത്തുക, അവരെ ചേർത്ത് നിർത്തുക, ഇതൊക്കെ ഈ രൂപതയുടെ ഒരു വലിയ സംരംഭങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഈ രൂപതയിലൂടെ ദൈവം പ്രവർത്തിക്കും എന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മളുടെ യുവജനങ്ങൾക്ക് ഒരു നല്ല മാർഗദർശനം കൊടുക്കുവാനായിട്ട് ഈ രൂപതയ്ക്ക് കഴിയും. വൈദികനായും സഹായമെത്രാനായും ഇപ്പോൾ രൂപതാ മെത്രാനായും ചിക്കാഗോ രൂപതയിൽ സേവനമനുഷ്ഠിക്കുന്ന മാർ ജോയി ആലപ്പാട്ട് ദൈവവിളിക്കും കുടുംബ ബന്ധങ്ങൾക്കും യുവജനങ്ങളുടെ ആത്മീയമായ വളർച്ചയ്ക്കും മാർഗദീപവും ദിശാബോധവും നൽകുന്നുണ്ട്. സ്ഥാപിതമാകുന്നതിന് മുൻപും സ്ഥാപിതമായതിനു ശേഷവും ഒരു വൈദികൻ എന്ന രീതിയിലും ഒരു ഓക്സിലറി ബിഷപ്പ് എന്ന രീതിയിലും ഇപ്പോൾ ഒരു അതിൻ്റെ മുഖ്യ പിതാവ് എന്ന രീതിയിലും ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് നമ്മുടെ ജനത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ജീവിത ശൈലി എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറെ കൂടി വിശ്വാസത്തിലേക്ക് വളരുവാൻ അത് സഹായമായിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾ വളരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. യുവജനങ്ങൾ തമ്മിൽ ഒരു നല്ല കോർഡിനേഷൻ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ധാരാളം പേരുടെ വിവാഹങ്ങൾ നടക്കുവാനായിട്ട് അത് കാരണമായിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത കാലത്തായിട്ട് നമുക്ക് ദൈവവിളികളും കുറേശ്ശെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെയാണെങ്കിലും 6 പേര് നമുക്ക് വൈദികരായിട്ട് പട്ടമേറ്റ് കഴിഞ്ഞു. ഇനിയും 8 പേരോളം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കാഗോ രൂപതയിലെ വൈദികരും വിശ്വാസ സമൂഹവും സഭാ വാർത്തകളും മറ്റ് ആനുകാലിക പ്രസക്തിയുള്ള വാർത്തകളും വാർത്താധിഷ്ഠിത പ്രോഗ്രാമുകളും ഷക്കീന ന്യൂസിൽ കാണുവാറുണ്ടെന്നും ഷക്കീന ന്യൂസ് ചാനൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ഒരു ചാനലാണെന്നും ബിഷപ്പ് പങ്കുവച്ചു. ഷക്കീന ന്യൂസ്, തൃശൂർ.